സംസ്ഥാനത്തെ മഴ വാർത്തകളിലേക്കാണ്. 24 മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. എല്ലാ ജില്ലകളിലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം ജില്ലയിലൊക്കെ വലിയ മഴയാണ്. എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ട് കാലാവസ്ഥാ വകുപ്പിന്റെ? സ്മിത, ഈ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ ജില്ലകളിലും ഈ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്ന് എല്ലാ ജില്ലകളിലും തന്നെ ഈ മഴ കനക്കും എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ തരുന്നത്. മാത്രമല്ല ഈ മലയോര മേഖലകളിലടക്കം മേഖലകളിലും നഗരമേഖലകളിലും അടക്കം മഴ കനക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി തരുന്നുണ്ട്. അത് മാത്രമല്ല ഈ തെക്കൻ കേരള തീരത്ത് നിന്നും ഈ തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനുള്ള തടസ്സം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥ തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനുള്ള തടസ്സം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ ഉയർന്ന തിരമാലയ്ക്ക് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ അത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്ക് ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അത് മാത്രവുമല്ല ഈ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അതിശക്തമായ മഴ 2 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൂടി വരുമ്പോഴേക്കും അത് അത്തരത്തിൽ മഴ കനക്കും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ്. അത് മാത്രവുമല്ല ഈ തരത്തിൽ ഈ മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. ഇന്നലെ പകൽ മഴ മാറി നിന്നെങ്കിലും രാത്രി മഴ കനക്കും. ഇപ്പോഴും ഇന്ന് രാവിലെ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പൊതുജനങ്ങളടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. സ്മിത. ഹരികൃഷ്ണൻ, ഒരു കാര്യം കൂടി, പല ജില്ലകളിലും രാത്രി മുഴുവൻ നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻകാലത്തെ പോലെ തന്നെ ഇപ്പോൾ ഈ പുതിയ ഒരു രീതിയിൽ കാണുമ്പോൾ ഉഷ്ണതരംഗം വരുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇതുവരെ കാണാത്ത പോലെ ഒരൊറ്റ മഴയ്ക്ക് വല്ലാത്ത വെള്ളം പൊങ്ങുന്ന ഒരു അവസ്ഥ. അത് മഴ പെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നു എന്ന് വിദഗ്ധർ പറയുമ്പോഴും തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിൽ, കോഴിക്കോടാകട്ടെ, നഗരപ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്നു. തിരുവനന്തപുരം നഗരത്തെ ജനങ്ങളുടെ ആ ഒരു ദുരിതമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതി എന്താണ്? ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിമർശനം ഉയരുന്നത് ഈ കോർപ്പറേഷനെതിരെ തന്നെയാണ്. അതായത് ഈ വെള്ളക്കെട്ട്, അത് ഈ ചെറിയ മഴയിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ട പോലെ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടില്ല. എങ്കിലും ഈ ചെറിയ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചാല, അതേപോലെ തന്നെ ഈ നഗരത്തിന്റെ പല പ്രദേശങ്ങളിൽ, തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പോകുന്നൊരു സ്ഥിതിയുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉയരുന്നത് ഈ പാർവതി പുത്തനാർ, അത് ഈ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈവഴിയാണ്. അതായത് നിരവധി തോടുകൾ, അതിന്റെ ചാലുകൾ എത്തിച്ചേർന്ന ഈ തെക്കങ്കര കനാൽ എന്ന് പറയുന്ന ഒരു കനാലുണ്ട്. അതിലേക്ക് വെള്ളം എത്തിച്ചേർന്ന് ഒഴുകിച്ചേർന്ന് അതിനുശേഷം ഈ പാർവതി പുത്തനാറിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാർവതി പുത്തനാർ അടക്കമുള്ള ഈ കൈവഴികൾ അത് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നീക്കം ചെയ്തിട്ടില്ല. ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലടക്കം താളം തെറ്റുന്ന ഒരു അവസ്ഥ ഈ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കോർപ്പറേഷൻ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും അത്തരത്തിൽ ചില ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അശാസ്ത്രീയ നിർമ്മാണവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മഴ പെയ്തെങ്കിലും അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പേപ്പാറ അണക്കെട്ടിന്റെ അവിടെയൊക്കെ വൃഷ്ടിപ്രദേശത്തൊക്കെ മഴ തീരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ചിലയിടങ്ങളിൽ, മലയോര മേഖലകളിൽ അടക്കം ചിലയിടങ്ങളിൽ ചില നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് കാലാവസ്ഥാ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.